കനത്ത മഴയെ തുടർന്ന് വടകരയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്. വാട 12-13കളുടെ അതിർത്തി പ്രദേശമായ ട്രെയിനിംഗ് സ്കൂളിന്റെ പിൻഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. കിണറുകളിലേക്ക് വരെ വെള്ളം കയറിയ സ്ഥിതിയാണ്. വീടിനകത്ത് വെള്ളം കയറിയതോടെ അടുക്കളയിൽ പാകം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് കുടുംബങ്ങൾ പറയുന്നു. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ രോഗികളടക്കമുള്ളവരെ ബന്ധുവീടുകളിലേക്കും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സാഹചര്യം വിലയിരുത്താൻ വില്ലേജ് ഓഫീസറും നഗരസഭാ ചെയർപേഴ്സണും കൗൺസിലർമാരും ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചു. ഈ സ്ഥലത്ത് ഈ പ്രദേശം നമ്മൾ സന്ദർശിച്ചതിൽ ഇവിടെ മുഴുവൻ വെള്ളക്കെട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇവരെ ക്യാമ്പിലേക്ക് മാറ്റേണ്ട സാഹചര്യം കാണുന്നില്ല. അങ്ങനെ സാഹചര്യം വരുവാണെങ്കിൽ ഡയറ്റിലേക്ക് മാറുന്നതിന് എല്ലാ വീട്ടുകാരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സഹായ സഹകരണങ്ങളും വില്ലേജ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതായിരിക്കും. വേറെ പുതുപ്പണം പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ട്. ഇത് 13-ാം വാർഡിൻ്റെയും 12-ാം വാർഡിൻ്റെയും ഇടയിൽ കൂടി പോകുന്ന പ്രദേശമാണ് നമ്മുടെ ഈ ട്രെയിനിങ് സ്കൂളിൻ്റെ ബാക്ക് ഭാഗം. അപ്പോൾ അവിടെ ഇന്നലെ വൈകുന്നേരം തൊട്ടുള്ള മഴയ്ക്ക് അതിശക്തമായ മഴയുടെ കാരണത്താൽ വെള്ളം പൊങ്ങുകയും അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാ വീടുകളിലും ആൾക്കാരെ വിളിച്ചപ്പോൾ അവർ മാറുന്നില്ല എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും അസുഖമായിട്ടുള്ള നമ്മുടെ ബിജു ഇരയിൻ്റെ അവിടെ ബിജു എന്ന് പറയുന്ന വ്യക്തി അവരെ അസുഖബാധിതനാണ്. അവർ ആദ്യം മാറിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പം നമ്മുടെ ആസിയച്ച പശുവിനെയും അതുപോലെ അവരെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അവരെ ഷോപ്പിലേക്ക് മാറിയിട്ടുണ്ട്. മോത്ത ബാബുവേട്ടൻ്റെ ഭാര്യ അസുഖബാധിതയായിട്ടുള്ള അവർ വീട് മാറിയിട്ട് നമ്മളിപ്പം പഴങ്കാവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വേറൊരു വീട്ടിലുള്ള ഒരു അമ്മയും കുട്ടിയും മാത്രമാണുള്ളത്. അവർ വേറെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് അവരെ വീട്ടിൻ്റെ ഷൈനിയും കുട്ടിയാണ് മാറിയത്. അവരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഫുള്ള് വെള്ളം കയറിയിട്ടുള്ളത്. ഇപ്പോൾ മാറി താമസിക്കേണ്ട ഒരുപാട് വീടുകളുണ്ട്. പക്ഷേ അവർ മേലെയൊക്കെ നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തൽക്കാലം ഞാളിവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി വരും മഴ വർദ്ധിക്കുകയാണെങ്കിൽ അവരെ മാറ്റാനുള്ള നടപടി ഇപ്പം വില്ലേജ് ഓഫീസർ വന്നിട്ടുണ്ട്, അതുപോലെ നഗര ചെയർപേഴ്സൺ വന്നിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് നമുക്ക് അങ്ങനെ മാറ്റണമെങ്കിൽ നമുക്ക് അടിയന്തരമായിട്ട് ഡയറ്റ് ഹാളിലേക്ക് അവരെ മാറ്റാം, അതിന് വേണ്ട എല്ലാ സംവിധാനവും ഒരുക്കാന്നുള്ളത് വില്ലേജ് ഓഫീസറും നമ്മളെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും പറഞ്ഞിട്ടുണ്ട്. 13-ാം വാർഡിൽ ഏകദേശം 10-26 വീടും 12-ാം വാർഡിൽ ഒരു 6 വീടുമാണ് നിലവിലുള്ളത്. മഴ എല്ലാവരുടെ വീട്ടിലും ഞങ്ങൾ ഇന്ന് രാവിലെ 6 മണി തൊട്ട് ഞങ്ങൾ എല്ലാവരുടെ വീടുകളിലും കൗൺസിലറും അതുപോലെ പ്രദേശവാസികളായിട്ടുള്ള ഒട്ടനവധി ആളുകളും വീട് സന്ദർശിച്ച് അവരോട് വേണ്ട കാര്യങ്ങൾ എന്താണ് വേണ്ടതെന്നുള്ളത് ചെയ്യാന്നുള്ളതൊക്കെ ഉറപ്പ് നമ്മൾ കൊടുത്ത് അവർ മാറാൻ തയ്യാറാത്തതുകൊണ്ടാണ്. മാറുന്നതിൻ്റെ മുഴുവൻ ആളുകളെ മാറ്റാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുവരെ വെള്ളം കയറി കാലയിൽ ഫുള്ളും വെള്ളം, അകത്ത് എല്ലാ സാധനവും എടുത്ത് പൊന്തിച്ച് വെച്ചതാണ്. അടുക്കളയിൽ അങ്ങോട്ട് ഇറങ്ങിക്കൂടാ തീരെ. ഇതെല്ലാം കിച്ചനൊന്നും പാകം ചെയ്യാനോ. ഇന്നലെ രാത്രി 10 മണി തൊട്ടിട്ടാണ് മേലോട്ടാണ് വെള്ളം കയറുവാൻ തുടങ്ങിയത്. പുലച്ചക്ക് 3 മണിക്ക് അങ്ങനെയെല്ലാം ശരിക്കും വെള്ളം കിണറ്റിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ മേലെ കൂടെ മറിഞ്ഞിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. 2 മുറ്റത്ത് കെട്ടിയ മതിലെല്ലാം ഫുള്ളും അപ്പുറത്തേക്ക് മറിയുന്നുണ്ട് വെള്ളം. രാത്രി എങ്ങനെയെങ്കിലും കിടക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഒരു ജാതിയിലും കിടക്കാനാകുന്നില്ല, അറിയില്ലല്ലോ. അങ്ങനെയാ 4 മണി 5 മണി ഇങ്ങനെ ആക്കിക്കൊണ്ടുവന്നു. ഇത് ഇപ്പാണ് 32 കൊല്ലമായി ഞങ്ങൾ താമസിച്ചിട്ട്. അപ്പോൾ അതിലിടക്ക് ഫസ്റ്റ് എടുത്ത വെള്ളമായത്. അതിൻ്റെ മുമ്പ് വെള്ളം കയറിക്ക് അന്നേരമൊന്നും ഇത്ര വെള്ളം കയറിക്കില്ല. പ്രളയത്തിനൊന്നും ഇത്ര ഇങ്ങനെ വെള്ളത്തില്ല. പശുവിനെ കറക്കുമ്പോൾ അന്നേരം ഇവിടെ കൊണ്ടുവന്ന് കെട്ടി കറന്നതാണ്. അത് പിന്നെ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് രാവിലെ 4 മണിയാകുമ്പോഴത്തേക്ക് മഴ നിന്ന് വെള്ളം ഒന്ന് അടുക്കളയിലൊന്നും അങ്ങ് ഇറങ്ങിക്കൂടാ. അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമെന്നോ ഒന്നുമില്ല. Emergency Medicine Department, General Medicine Department, General and Laparoscopic Surgery, Orthopedics, Gynecology, Pediatrics. MJ Asha Multi Speciality Hospital.